ഹലോ, അസ്സലാമലൈക്കും. അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ആരില്ലട്ടാ, ഞാൻ ഒറ്റക്ക. അപ്പോൾ ഇന്ന് ഞാൻ സപ്പാങ്കാട് ഒരു ദിവസമായി വീഡിയോ ഇട് പറയണം. അപ്പോൾ സപ്പാങ്കക്കും മടി വീഡിയോ എടുക്കാൻ. അപ്പോൾ പിന്നെ ഞാനെങ്കിലും എടുത്തിടണ്ടേ വെച്ചിട്ട് എടുത്തിട്ടാണ് കേട്ടോ. പിന്നെ എന്താ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ? ഇപ്പം ആർക്കും നാട്ടിലൊന്നും മഴ ഇല്ലല്ലോ. ഇവിടെ ഒന്നുമില്ല, ഇവിടെ നല്ല വെയിലൊക്കെയാണ്. അങ്ങനെ പിന്നെ എന്താ എല്ലാവരും വിശേഷങ്ങളൊക്കെ. പിന്നെണ്ടല്ലോ, നിങ്ങളെല്ലാവരും നമ്മളെ കമന്റ് ഒക്കെ നമുക്ക് കാണുന്നവരുണ്ട്, വീഡിയോ കണ്ടിട്ട് പോണവരൊക്കെ കമന്റ് ഒക്കെ ഇടണം കേട്ടോ. ഗുഡ് കമന്റ് ആയാലും ബാഡ് കമന്റ് ആയാലും ഒക്കെ ഞാൻ വായിച്ചൊക്കെയുണ്ട്. എന്തായാലും കുഴപ്പമില്ല, കമന്റ് കുറവല്ലേ. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളെല്ലാവരെയും ഏതൊക്കെ സ്ഥലത്ത് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടാ. എല്ലാവരും കാണുന്നവരൊക്കെ അവരവരെ ജില്ലയും പ്ലേസും ഒന്ന് എഴുതിരട്ടോ. എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എവിടെ നിന്നൊക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ആൾക്കാർ കാണുന്നവരുണ്ടല്ലോ. നമുക്ക് സബും കുറവാണ്, വ്യൂസും കുറവാണ്, എന്നാലും എത്ര ആൾക്കാർ നമ്മൾ കാണാണ്ട് നമുക്ക് അറിയണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം എല്ലാവരും അവനവൻ്റെ പ്ലേസും പിന്നെ ഏതാ ജില്ല പറയാൻ കാരണം ചില ജില്ലയിൽ നമുക്ക് പ്ലേസ് ഒന്നും അറിയാത്ത പ്ലേസ് ഒക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ്. അപ്പം എല്ലാവരും വ്യൂ ചെയ്തിട്ട് മാത്രം പോവല്ലോ, ഒന്ന് കമന്റ് ഇട്ടിട്ട് പോട്ടാ. എവിടെ നിന്നൊക്കെയോ കാണാണ്ടെന്ന് അറിയുമ്പോഴേ നമുക്കൊരു സന്തോഷമാണ്. ഒരുപാട് സ്ഥലത്ത് പുറത്ത് പോയാലും ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോസ് കാണാറുണ്ട് എന്നൊക്കെ കൊണ്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ പുറത്ത് ജില്ലയിൽ നിന്നൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇടട്ടാ, നമുക്ക് നോക്കി നോക്കാം ഏതൊക്കെ ജില്ലയിൽ നിന്ന് നമ്മളെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. വെറുതെ രസം, നമുക്കും ഒരു സന്തോഷം, നിങ്ങൾക്കും അത് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അതൊന്ന് വേറെ രസം. അപ്പം എല്ലാവരും ഒന്ന് ഇട്ട് നോക്കട്ടെ. ഒന്ന് അങ്ങനെ ആരും ഇടാനൊന്നും മറക്കരുത്. കാരണം പോലെ എല്ലാവരും കണ്ടിട്ട് പെട്ടെന്ന് പോവാണ്ട് ഒന്ന് നമ്മളെ കമന്റ് ഒന്ന് ഇട്ടിട്ട് പോവാട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ണിയില്ലാട്ടാന്ന് ഞാൻ തന്നെ ഉള്ളു. ഉണ്ണിക്ക് ഇന്നലെ സെക്കൻഡ് ഡോസ് വാക്സിൻ എടുത്തു. അപ്പം അതിൻ്റെ കരച്ചിലും പിടിച്ചിലൊക്കെയാണ് ഇന്നലെ ഇറങ്ങിയിട്ടൊന്നുമില്ല ആള്. ഇപ്പം സെക്കൻഡ് ഡോസാണ്. ഇപ്പോൾ 84 ഉണ്ണിക്ക്. അപ്പം അതിൻ്റെ വാക്സിൻ എടുത്തപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. കരച്ചിൽ കഴിഞ്ഞ മാസം വാക്സിൻ എടുത്തതിനെക്കാട്ടും നല്ല ഡോസ് ഉണ്ട് തോന്നുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 2 കാലിലും 1 കയ്യിലും കുത്തിയിട്ടുണ്ടായിരുന്നു. പ്രാവശ്യം ഒരു കാലിൽ മാത്രം എടുത്തത്. പക്ഷെ നല്ല ഡോസ് ഉണ്ട് തോന്നുന്നു. ഞങ്ങൾ ചോദിച്ചു കരയൊന്നുമില്ല, ഒരു കാലുമ്മലെല്ലാം എടുത്തില്ല വിചാരിച്ച് നോക്കി നോക്കുമ്പോൾ നല്ല കരച്ചിലായിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ഫുള്ള് കരച്ചിലുണ്ടായിരുന്നു. ഇന്ന് വലിയ കുഴപ്പമില്ല, എന്നാലും ആൾക്ക് വയ്യ, നല്ല പനിക്കണുണ്ട്. അപ്പം അത് കാരണം കൊണ്ട് ആദ്യം വാക്സിൻ എടുത്തില്ല, ഫസ്റ്റ് ഡോസ് എടുത്തില്ല, അതിനും നല്ല പനിയുണ്ട്. അത് കാരണം കൊണ്ട് ഇന്നലെ ഒന്നും കണ്ണു തുറക്കാനേ പറ്റിയായിരുന്നില്ല. ഇന്നൊരു 11 മണി, ഉച്ചക്കൊരു 11 മണിയൊക്കെ ഒന്ന് ആയപ്പോൾ ആളൊന്ന് ഓക്കെ. പിന്നെ ഒന്ന് ഉറങ്ങി വെച്ചാൽ വീണ്ടും ഭയങ്കര കിണുങ്ങലൊക്കെ, കിടന്ന് കളിക്കണമെന്നെല്ലാം എടുത്തോണ്ട് നടക്കണം. അപ്പം ഇപ്പോൾ ആള് തൊട്ടിയിൽ കിടന്ന് ഉറങ്ങണം. അപ്പം തീരെ വയ്യ, മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. വയ്യാത്ത കാരണം കൊണ്ട് അതൊന്നും ഉണ്ണിനെ കാണിക്കണില്ല. അവളും കൂടി ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവളുടെ ചിരിയും സംസാരമല്ല അവളുടെ ഓരോ സൗണ്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ നേരം പോകും. ഇപ്പം ഇങ്ങനെ പയ്യാണ്ടെടുക്കണ കാരണം കൊണ്ട് ഒരു ഉഷാറില്ല. നാളെക്കൊക്കെ ഓക്കെ, പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു വിഷമം. ഇത്ര നാളിങ്ങനെ ഓക്കെ കണ്ടിട്ട് ഇങ്ങനെ കളിയും ചിരിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കാണാണ്ടാവുമ്പോൾ ഒരു വിഷമം. ഒന്ന് ഉറങ്ങിയാൽ ശരിയാവുമെന്ന് വിചാരിക്കണം, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉറക്കം തൊട്ടിയിലിട്ടേക്കണത്. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. രാത്രി ഞാനും ഉമ്മയും കൂടിയിട്ട് തൊട്ടിയുടെ അടിയിൽ ആയിട്ടിട്ട് കിടന്നുറങ്ങിയത്. നമ്മൾ എടുത്തോണ്ട് കിടക്കുമ്പോൾ അവൾക്ക് പറ്റണില്ല, വേദന കാരണം കൊണ്ട് കരയാം. അപ്പോൾ തൊട്ടിയിൽ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, നമുക്ക് ശ്രദ്ധിക്കാതെ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ പായിട്ട് കിടന്നു. എന്നാലും കുറച്ച് കഴിയുമ്പോൾ അവളിങ്ങനെ കരയണമൊക്കെ ഉണ്ട്. അപ്പം അത് കാരണം ഇന്നലെ തൊട്ടിയുടെ അടിയിൽ ഇട്ടിട്ടാണ് പായിട്ടിട്ട് കിടന്നുറങ്ങി. എന്നാലും അവൾ ഇടയ്ക്ക് എണീറ്റിട്ട് കരച്ചിലിങ്ങായിരുന്നു. അപ്പോൾ ഞാനറിയുമ്പോൾ ഞാനെടുത്തോണ്ട് നടക്കും, പിന്നെ പറയുക എന്നെ ഉമ്മ എടുത്തോണ്ട് നടക്കും. അങ്ങനെ ഒരു വിധം നേരം വെളുപ്പിച്ച് കയ്യിൽ നമ്മളിങ്ങനെ മടിയിലിങ്ങനെ അനക്കാണ്ട് എടുത്തുമ്പോൾ അവള് കുറച്ചേരം കിടന്നുറങ്ങും. കാലിങ്ങനെ അനക്കുമ്പോൾ ഇവൾക്ക് വേദന എടുക്കാം.
അപ്പോൾ ഇന്നലെ നേരെ മഴക്കോളം അങ്ങനെ കുറച്ചേരം ഇറങ്ങും, പിന്നെ കരയും, അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നലെ തട്ടിയും മുട്ടിയിട്ടൊക്കെ ഉണ്ട് പോയി. അത് കാരണം ഇന്നലെ അതിൻ്റെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. വീഡിയോ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഉമ്മയും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാരണം ഒരാൾ എടുത്തു തരാനില്ല, പിന്നെ ഉണ്ണിയുടെ കരച്ചിലൊക്കെ ആയിട്ട് എനിക്കും എടുക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം കൊണ്ട് അതും പറ്റിയില്ല. അപ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. കുറേയൊക്കെ നോക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങിച്ച് കഴിഞ്ഞാൽ ശരിയാവുമെന്ന് വിചാരിക്കണം. പനിയൊന്ന് വിട്ടുപോയാൽ ശരിയാവും. പക്ഷെ പനിക്കില്ല, അത് വിട്ട് മാറാത്ത കാരണം കൊണ്ടാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ, കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ മക്കളെ, അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ സംസാരിച്ച് പോയതാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഒറ്റയ്ക്കില്ല, അത് കാരണം കൊണ്ട് വലിയ കണ്ടൊന്നും കിട്ടിയില്ല, അങ്ങനെ പറയാം. അപ്പം ഇന്ന് എൻ്റെ ഒറ്റയ്ക്കുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും എന്നും പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും ബോറാണെങ്കിലും കണ്ടു പോണവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം എല്ലാവരും പറഞ്ഞ മാതിരി കമൻറ്റ് ഒന്നും ഇടാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഒന്നാമത് നമ്മൾക്ക് കുറച്ച് കമൻറ്റ് ഉള്ളൂ. ഗുഡ് ആയാലും ബാഡ് ആയാലും ഒക്കെ നമുക്ക് കുറച്ച് കമൻറ്റ് ഉള്ളൂ. അപ്പം എന്നാലും കമൻ്റൊക്കെ എല്ലാവരും ഒരുപാടുണ്ട്, കാണുന്നവരൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോഴാണ് നമുക്ക് കാണാനും ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ബോറടിച്ചെങ്കിലും എന്താ കാണാനൊരു ഇൻട്രസ്റ്റ് വേണ്ടേ. അപ്പം എല്ലാവരും അങ്ങനെ ഇടാട്ടോ. അപ്പം ഇനി നാളെ ഇൻഷാ അല്ലാഹ് ഉണ്ണിയുടെ ഒക്കെ ഓക്കെ ആയിട്ട് അവളൊക്കെ മാറട്ടെ, എല്ലാവരും ദുആ ചെയ്യാം. അപ്പോൾ അവളത് മാറിക്കഴിഞ്ഞാൽ ഇനി അവളായിട്ട് വീഡിയോയിൽ വരണം കേട്ടോ. അവളുടെ കളിയും ചീരയൊക്കെ ആയിട്ട്. ഒന്നാമതേ സൗഭാഗ്യമില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലേ. അപ്പം അത് കാരണം കൊണ്ടാണ് കുറേയൊക്കെ എടുക്കാനൊരു മടിയൊക്കെ. ഇൻഷാ അല്ലാഹ് ഇനി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നിങ്ങളെ കമൻറ്റിനൊക്കെ കുറേ കമൻറ്റുകളൊക്കെ ഉണ്ട്. ബാഡായാലും പറഞ്ഞ മാതിരി ബാഡായാലും ഗുഡായാലും ഒക്കെ ഞാൻ വായിച്ചു നോക്കുന്നു. പക്ഷെ അതിനൊക്കെ ആയിട്ടൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് അങ്ങനെ വരുന്നുണ്ട്. നിങ്ങളുടെ കമൻറ്റിനൊക്കെ ഉള്ളൊരു അടിപൊളി റിപ്ലൈയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ എല്ലാവരും ഓരോ വീഡിയോസിലും. അപ്പം അതിനൊന്നും മറുപടി ചിലതിനൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും മിക്കം കൂടെ ഉള്ളപ്പോൾ ഒരു ദിവസം ഇൻഷാ അല്ലാഹ് മറുപടി തരാൻ വിചാരിക്കണം. അപ്പം ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ ഒക്കെ ആയിട്ട് ഞങ്ങളൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്നാളുണ്ടാവില്ല, മറ്റന്നാളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.